അതെല്ലാം സഹിക്കാം, മനുഷ്യരെ വേണമെങ്കിൽ നമുക്ക് ഒളിച്ചെങ്കിലും ജീവിക്കാം. പക്ഷെ രാത്രി കിടക്കുമ്പം വലിയ ഭീകരരൂപികളായ വ്യക്തികൾ ആയുധങ്ങളുമായിട്ട് വന്ന് എന്നെ കൊല്ലാൻ വരും. ദൈവം ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഉണർവ് ഭാരതദേശത്ത് അയക്കും എന്ന് വ്യക്തമായിട്ട് ദൈവം പറയുന്നു. ഗോഡ് ഈസ് ഗോയിങ് ടു സെൻഡ് എ പെക്യൂലിയർ ടൈപ്പ് ഓഫ് റിവൈവൽ. റിവൈവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി ചിന്തകളുണ്ട്, അല്ലേ? ഉണർവ് നമ്മളെല്ലാം ഉണർവാണ്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന പല ഉണർവും ഒരു ഹൈപ്പ് മാത്രമാണ്. അതല്ല, ജെന്യുവിൻ റിവൈവൽ. അതായത് ആയിരങ്ങൾ പതിനായിരങ്ങൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരുന്ന ഒരു ഉണർവുണ്ടാവും. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ശരിക്കും പോകുന്ന വഴി തെറ്റാണെന്ന് കണ്ടും നരകത്തിലേക്കാണെന്ന് കണ്ടാൽ പിന്നെ ഒരു ചുവട് വയ്ക്കത്തില്ല, പെട്ടെന്ന് നേരെ തിരിഞ്ഞ് മറ്റു വഴിയെ നേരെ എതിർവഴിയിലേക്ക് പോകും. അതാണ് കർത്താവിൻ്റെ വഴി. പക്ഷെ ആ വഴി ഇടുക്കമുള്ള വഴിയായിരിക്കും. പക്ഷേ ഈ അടിച്ചു പൊളിച്ചു പോകുന്ന വഴി വളരെ വിശാലമായ വഴിയായിരിക്കും. പക്ഷെ ആ വഴിയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പം എവിടെയെങ്കിലും വെച്ച് പരിശുദ്ധാത്മാവ് ഈ വഴി അപകടമാണ്, ഇതിൻ്റെ അറ്റം അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം നിത്യ നരകമാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ ബോധമുള്ള ആരും ഒരു ചൂട് മുന്നോട്ട് പോകത്തില്ല, ഉടൻ നമ്മൾ തിരിയും. അതുപോലെ കാലാകാലങ്ങളിൽ നമുക്ക് തിരിയുവാൻ ദൈവം ഭാഗ്യം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. പക്ഷേ ഇന്ന് രാവിലെ വന്ന മിഷണറി പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോക്ടർ ബെൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ബെൻ പറഞ്ഞ മറ്റൊന്നുമല്ല, 140 കോടി ജനങ്ങളുണ്ട്, നമ്മൾ 2-3% എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കാണും? കണക്കറിയാവുന്നവർ പറഞ്ഞ 140 കോടിയിൽ ഒരു 5% ക്രിസ്ത്യാനികളുണ്ടെന്ന് വെച്ചോ. ഓക്കെ, 140ൻ്റെ 5% എത്ര? ഞാൻ കണക്കിന് പാസ്സായിട്ടില്ല, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങളെങ്കിലും പറ, നിങ്ങളും പാസ്സായില്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ബാക്കി അത്രയും ജനം, ഡോണ്ട് ദേ ഹാവ് ദ പ്രിവിലേജ് ആസ് വി ഗോട്ട് ദ പ്രിവിലേജ്? നമുക്ക് ദൈവം തന്ന ആ വലിയ പദവികൾ അവരും അനുഭവിക്കേണ്ടവരല്ലേ പ്രിയപ്പെട്ട? എനിക്ക് രക്ഷിക്കപ്പെട്ട് ദൈവവേദലാനുള്ള പദവി ദൈവം തന്നെങ്കിൽ അതേ പദവി അവർക്കും അവകാശപ്പെട്ടതല്ലേ? കാര്യം അവർക്കും കൂടിയല്ലേ കർത്താവ് മരിച്ചത്? അതോ ക്രിസ്ത്യാനികൾക്കും മലയാളികൾക്കും വേണ്ടി മാത്രമാണ്? അല്ല. ജീസസ് ക്രൈസ്റ്റ് came and died for all of us. God sent his only son because he so loved the world. അല്ലേ? താൻ അത്രയ്ക്ക് നമ്മെ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ പുത്രനെ അയച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ഓരോരുത്തരും ഈ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തിലേക്ക് വരാത്ത ഓരോരുത്തർക്കും നമുക്കുള്ള അത്രയും പ്രിവിലേജ് അവർക്കും ഉണ്ട്. അതെത്ര പേര് വിശ്വസിക്കുന്നു? ഞാനത് വിശ്വസിക്കുന്നു, അല്ലേ? അവർക്കും ആ പ്രിവിലേജ് നമ്മൾ കൊടുക്കണം. പക്ഷേ ആ പ്രിവിലേജ് എങ്ങനെ കൊടുക്കണം? ആദ്യം ഇങ്ങനൊരു പ്രിവിലേജ് ഉണ്ടെന്ന് അവരോട് പോയി പറയണം. We have to go and tell them, look, Jesus Christ died for you and your sins also. So if you just confess your sins, you can become a child of God. നിങ്ങളുടെ പാപങ്ങളൊന്ന് ഏറ്റുപറഞ്ഞാൽ കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി കർത്താവായിട്ട് സ്വീകരിക്കുക എങ്കിൽ തീർച്ചയായിട്ടും പാപക്ഷമ ലഭിക്കും. നിങ്ങളുടെ നിത്യത ഈ നരകത്തിലല്ല, കർത്താവിനോടൊപ്പം ആയിരിക്കും എന്നുള്ള ആ വലിയ ഒരു സദ്വർത്തമാനം പോയി പറയേണ്ട ഉത്തരവാദിത്വം ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന വലിയ ഉണർവെന്ന് പറഞ്ഞത് വലിയ മെഗാ ചർച്ചുകളോ വലിയ സ്റ്റേഡിയങ്ങളോ ഒക്കെ നിറഞ്ഞു കവിയുമെന്നൊക്കെ, അതൊക്കെ നമ്മുടെ സങ്കല്പത്തിലെ ഉണർവാണ്. അങ്ങനെയല്ല. രക്ഷിക്കപ്പെടുന്നവർ അവിടങ്ങൾ രക്ഷിക്കപ്പെടുന്നവർ അവിടങ്ങൾ സാക്ഷികളാണ്. അവരുടെ കുടുംബങ്ങളെ സ്വാധീനിക്കും, അവരുടെ സർക്കിളിനെ സ്വാധീനിക്കും. അവർക്ക് ഇൻഫ്ലുവൻസ് ഉള്ള എല്ലാ മണ്ഡലങ്ങളിലും അവർ ചെലുത്തും. ആ സ്വാധീനത്തിലൂടെ അനേകർ കർത്താവിലേക്ക് വരും. ഒരുപക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. അവിടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും കമ്മ്യൂണിക്കേഷനും ഒന്നും കാണത്തില്ല. പക്ഷേ ഗ്രാമമായി കർത്താവിലേക്ക് വരും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ഈ വചനം ഇതുപോലെ വായിച്ചു മനസ്സിലാക്കാനോ അതിനെ മനസ്സിലാക്കിയെടുക്കാനുള്ള വലിയ ജ്ഞാനമോ അറിവോ ചിലപ്പം ഈ പറഞ്ഞ ലിറ്ററസി, ഈ പറഞ്ഞ സാക്ഷരത പോലും കാണത്തില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, യേശുവേ എന്നൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കാനും ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്തെന്ന് അറിയുന്നവരും ആയിരിക്കും ഇനിയുള്ളവർ രക്ഷിക്കപ്പെട്ടു വരുന്നവർ. അവരാ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അവരെ യേശുവിൻ്റെ നാമത്തിൽ ഒരുപക്ഷെ ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, മരിച്ചവർ ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കാര്യമായിട്ട് ചിലപ്പോൾ അന്ന് സംഭവിക്കും.
ഇന്ന് ആരെങ്കിലും ഒരു മൂക്കിപ്പനി മാറുമ്പം നമ്മൾ എന്തുമാത്രം പരസ്യമാണ് കൊടുക്കുന്നത്. അന്ന് ഈ പറഞ്ഞ ആരോരും അറിയാതെ ഈ പറഞ്ഞ വലിയ മാറാരോഗികളും ഈ പറഞ്ഞ പോലെ വലിയ മരിച്ചവർ പോലും എഴുന്നേറ്റെന്നിരിക്കും. പക്ഷെ അതൊന്നും ഒരു വാർത്ത പോലും ആകത്തില്ല. അതൊരു സാധാരണ സംഭവമായിട്ട് നടക്കും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നൊരു സഹോദരി, പൂനെയിൽ നിന്ന് വന്നൊരു സഹോദരി ഞാൻ പരിചയപ്പെട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സുഷ്മിത എന്നായിരുന്നു അവരുടെ പേര്. അവരൊരു മറാഠി ഒരു സ്ത്രീയായിരുന്നു. അതിശയമാവണ്ണം ആ മകൾ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു. അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവനൊരു മലയാളിയായിരുന്നു. അതാണ് രസം. പക്ഷേ മലയാളിക്ക് വലിയ കുഴപ്പമില്ല ഉണ്ടായിരുന്നു. ശരി, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവൻ മലയാളിയാണെങ്കിലും ക്രിസ്ത്യാനിയല്ല. പക്ഷെ അവന് എതിർപ്പില്ലായിരുന്നു. പക്ഷേ ഇവളുടെ നല്ല ജീവിതവും യേശുവിനോടുള്ള ആ സ്നേഹവും പ്രാർത്ഥനയൊക്കെ കണ്ടിട്ട് ഇവളുടെ കൂടെ ഇവരൊരു ചർച്ച തപ്പിപ്പിടിച്ചൊക്കെ പോയി. പക്ഷെ ചർച്ചയിൽ ചെന്നപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം. ഇവള് ഒരു ദർശനത്തിൽ യേശുവിനെ കണ്ട് രക്ഷിക്കപ്പെട്ട് ശരിക്കും അനുദപിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്വീകരിച്ച കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് അന്ന് മുതൽ അവൾ ആ സ്നേഹത്തിലാണ് ജീവിക്കാൻ തുടങ്ങിയത്. പക്ഷേ സഭയിൽ ചെന്നപ്പം അവിടെയുള്ളൊരു അന്തരീക്ഷം, അവിടെ ഈ സ്നേഹവും കാണുന്നില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ആരാധനയൊന്നും ഒരു ജീവനും ഒക്കെ കാണാൻ പറ്റത്തില്ല. അവിടെ വലിയ പാട്ടും ഡ്രമ്മടിയും ബഹളവും ഒക്കെ ഉണ്ട്. പക്ഷേ അവൾക്ക് യേശുവേ എന്ന് പറഞ്ഞ് അവളുടെ മുറിയിൽ യേശുവിനോട് സംസാരിക്കുന്ന ആ ഒരു സന്തോഷം അവൾക്ക് സഭയിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ ആകെ കൺഫ്യൂസ്ഡായി. ഞാൻ സംസാരിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ എനിക്കല്ലാതെ ഇത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവൾ കൺഫ്യൂസ്ഡായി. അവൾക്ക് ഇത് പോയി സംസാരിക്കാൻ ആരും അവളുടെ സർക്കിളിൽ ഇല്ല എന്ന്. ആ സഭയിൽ ചെന്നത് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകത്തുമില്ല. അവസാനം വളരെ യാദൃച്ഛമായിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ, കോയമ്പത്തൂരുള്ളൊരു സ്നേഹിതൻ അവളെ പരിചയപ്പെട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്ത്, പിന്നീട് ഇവളെപ്പറ്റി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വഴി. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബോംബെ വെച്ചാണെന്ന് തോന്നുന്നു ഞാൻ അവളെ ഈ സൗകര്യം പരിചയപ്പെട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അവൾ പറഞ്ഞു, ഞാൻ ഈ യേശുവിനെ സ്വീകരിച്ച് എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ യേശുവിൻ്റെ സാക്ഷിയായപ്പം വലിയ എതിർപ്പുണ്ടായി. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് എൻ്റെ അപ്പനും അമ്മയ്ക്കും തന്നെ എന്നെ വെറുത്തു. പക്ഷേ അതെല്ലാം സഹിക്കാം, മനുഷ്യരെ വേണേൽ നമുക്ക് ഒളിച്ചെങ്കിലും ജീവിക്കാം. പക്ഷെ രാത്രി കിടക്കുമ്പം വലിയ ഭീകരരൂപികളായ വ്യക്തികൾ ഭീകര ആയുധങ്ങളുമായിട്ട് വന്ന് എന്നെ കൊല്ലാൻ വരുന്നു. എന്നെ വന്ന് ഒറ്റ കുത്തിന് കുത്തുവെന്ന് പറഞ്ഞാൽ വന്ന് കുത്താൻ വരുന്നു. പെട്ടെന്ന് അവൾ യേശുവേ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഈ കുത്താൻ വരുന്നവരെ ഭസ്മമായി അങ്ങ് പോകുന്നു. അപ്പോഴവൾക്ക് ധൈര്യമായി, യേശുവിൻ്റെ നാമത്തിന് ഇത്രയും ശക്തിയുണ്ട്. അതറിയത്തില്ലായിരുന്നു അവൾക്ക്, ആരും അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നില്ല. അവൾ പിന്നെ യേശുവിൻ്റെ ശക്തിയിൽ അവൾക്ക് മനസ്സിലായി. അവളുടെ ഭർത്താവും ഭാര്യയും ഒരിക്കൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. അവർ പൂനെയിൽ ഒരിക്കൽ വൈകുന്നേരം ഒന്ന് പുറത്ത് കഴിക്കാമെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്ത് അവരിയ്ക്കുക. ഇച്ചിരി കൂടിയൊരു ഹോട്ടലാണ്. തൊട്ടപ്പുറത്തെ മേശയിലൊരു കുടുംബം വന്നിരുന്നപ്പോൾ തൊട്ട് അതിൽ ഒരു സ്ത്രീ ഒരുമാതിരി ഇങ്ങനെ പരവരാൻ നോക്കുന്നു. ഇവർ ശ്രദ്ധിച്ചില്ല, ഇവർ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അന്യോന്യം. പെട്ടെന്ന് അപ്പുറത്തെ മേശയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. കുറേ കഴിഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു, അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്, ആ സ്ത്രീ എന്താ അങ്ങനെ? അവൾ പറഞ്ഞു, ഞാനും അത് ശ്രദ്ധിച്ചു, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അവളൊന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ആടാൻ തുടങ്ങി. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അവിടെ ഭക്ഷണം വന്ന് മസാല ദോശ ഓർഡർ ചെയ്തിട്ടിരുന്ന പാർട്ടി ഇപ്പോൾ ഇരുന്നുകൊണ്ട് അരിയാട്ടുകയാണ്. എന്താണ് സംഭവം? ദൈവാത്മാവിൽ നിറഞ്ഞ ഒരു സഹോദരി ഇപ്പുറത്തെ മേശയിലിരുന്നപ്പം ഭൂതാത്മാവ് കയറിയ ഒരു സ്ത്രീക്ക് അപ്പുറത്തിരിക്കാൻ കഴിയുന്നില്ല. ഇത് സന്ദർഭം ഓർക്കണം, ഹോട്ടലാണ്, ഇതുപോലെ സഭയല്ല, അല്ലേ? ഇവൾ ആടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഭർത്താവും അവളുടെ മക്കളെല്ലാം ഒരു വലിയ കുടുംബമാണ്. അവരെല്ലാം കൂടെ, അയ്യോ അമ്മ എന്ത് പറ്റി നോക്കിയപ്പം നൊരയും പതയൊക്കെ വരുന്ന എന്തോ പ്രശ്നം, കണ്ണെല്ലാം ഇങ്ങനെ മുകളിലോട്ട് ഉരുണ്ട്, എന്തൊക്കെയോ പ്രശ്നം. അവർ പേടിച്ചു, ഹോട്ടലുകാർ ഓടി വന്നു. അവർ ആംബുലൻസ് വിളിക്കണോ, ഡോക്ടറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ പ്രശ്നം. പക്ഷേ ഈ ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പം ഈ സഹോദരിക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ അവൾക്കിത് അനുഭവമില്ല. ഓഹോ, പെട്ടെന്ന് അവളുടെ ഉള്ളിൽ അവൾ പറഞ്ഞു, യേശുവേ ഇതെന്താ സംഭവിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊന്ന് അടുത്തോട്ട് പോയി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഭർത്താവിന് ചെറിയൊരു പേടി, വേണോ? ഇല്ല, ഞാൻ പോവാ. അവൾ പതുക്കെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ഈ പിശാച് ബാധിച്ച സ്ത്രീ ഉറക്കുന്ന നിലവിളി, എൻ്റെ അടുത്ത് വരരുതേ യേശുവേ, എൻ്റെ അടുത്ത് വരരുതേ. കാര്യം ഈ ഭൂതത്തിന് മനസ്സിലായി ഇത് ആരാണ്. ഈ വരുന്ന ഒരു സ്ത്രീ അവളുടെ ഉള്ളിൽ യേശുവുണ്ട്. എല്ലാവരും ആ സ്ത്രീയെ, സഹോദരിയെ കണ്ടപ്പം ആ ഭൂതം ആരെ കണ്ടു? അവളിലുള്ള യേശുവിനെ കണ്ടു. അപ്പോഴത്തേക്ക് അവൾ ഈ ഭൂതം അലറി കൂവുക, എന്താണ്? യേശു, അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് ഈ സൗകര്യം അടുത്തോട്ടി വന്നിട്ട് ശക്തമായിട്ട് അധികാരത്തോട് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ പിശാചേ എന്നങ്ങ് പറഞ്ഞു തീർന്നില്ല. പിശാച് വിട്ടുപോയി. ഈ സഹോദരി സുബോധത്തിലേക്ക് വന്നു. തുടർന്ന് അന്ന് ആ രാത്രി 10 മണിക്ക് അടയ്ക്കുന്ന ഹോട്ടല് പാതിരാത്രിയായിട്ട് അടയ്ക്കാൻ കഴിയുന്നില്ല. കാര്യം എന്താ? അവിടെ കഴിക്കാൻ വന്നവരും അറിഞ്ഞുകെട്ട് വന്നവരും എല്ലാവരും വന്ന് അവിടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം വിളമ്പ് നിർത്തി അവിടെ സുവിശേഷ യോഗമായി. ഹല്ലേലൂയ. ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെയാണ് ഇനി നടക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഭൂതം ബാധിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരിക്കാൻ ഒക്കത്തില്ല ആ വ്യക്തി. കാര്യം തൻ്റെ ഉള്ളിൽ പിശാച് ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും വെപ്രാളം കാണിച്ച് പോകാൻ നോക്കും. പക്ഷേ അധികാരമുള്ള ദൈവ പൈതൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചാൽ ആ ഭൂതം വിട്ടുപോകും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഉണർവുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പം ദൈവസഭ ദൈവവചനപ്രകാരം നമ്മൾ അലൈൻഡ് ആയാൽ, അതായത് ക്രമീകരിക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. ഇന്നത്തെ പ്രശ്നം, സഭകൾ ഒരു വശത്ത് ആത്മാവെന്ന് പറഞ്ഞ് എല്ലാ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും, ഇപ്പുറത്ത് വചനം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ദൈവാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കത്തുമില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. തീർച്ചയായിട്ടും ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവവചനപ്രകാരം നമ്മൾ മുന്നോട്ട് ജീവിക്കുമെങ്കിൽ ഈ ഭാരതം ഒരു വലിയ ഉണർവിന് ഈ പറഞ്ഞ പോലെ സാക്ഷിയായിത്തീരും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? Lord, we are going to see a true revival, a genuine revival, where souls and hundreds of souls will be saved. ആയിരങ്ങൾ രക്ഷിക്കപ്പെടുന്ന ഉണർവ്, ആയിരങ്ങൾ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന ഉണർവ്. പക്ഷേ ഈ സ്നാനപ്പെട്ട് വലിയ മെഗാ ചർച്ചിലേക്ക് വരത്തില്ല. അവിടങ്ങളിൽ ഭവന സഭകളിൽ അവർ കൂടി ദൈവത്തെ ആരാധിക്കും. അതാണ് ദൈവം ഇനി അയക്കാൻ പോകുന്ന ഉണർവ്. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു നിമിഷം നമുക്ക് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ലോർഡ്, we want to see the genuine revival of God. The genuine revival, Lord. യഥാർത്ഥ ഉണർവ് കർത്താവെ ഉണ്ടാക്കിയെടുക്കുന്ന ഉണർവല്ല. ഉണർവിനെ പറ്റി ഞാൻ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. റിവൈവൽ ഈസ് ഓൾവേസ് ഹെവൻ സെൻറ്റ്, ഇറ്റ്സ് ഓൾവേസ് ഗോഡ് സെൻറ്റ്. ദൈവമാണ് ഉണർവ് വഹിക്കുന്നത്, സ്വർഗമാണ് ഉണർവ് വഹിക്കുന്നത്. മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഉണർവ്. നമുക്ക് ഈ സഭയിൽ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ദൈവം ഉണർവ് വഹിക്കും. പക്ഷേ ഉണർവിനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ സജ്ജമാകുമ്പം ദൈവം ഉണർവ് വഹിക്കും. Hallelujah. So let the churches be the platforms where God will send the revival. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ അങ്ങനെ ഒരു ഉണർവിനായി ഞങ്ങൾ വാഞ്ചിക്കുന്നു, അങ്ങനെ ഒരു ഉണർവിനായി ഞങ്ങൾ കാക്ഷിക്കുന്നു, അങ്ങനെ ഒരു ഉണർവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങനെ ഒരു ഉണർവിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. അങ്ങനെ ഒരു ഉണർവിനായി ഞങ്ങൾ കൊതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പഴയ ഉണർവ് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ദേശങ്ങൾ പൂർണ്ണമായി കൂട്ടമായി മാനസാന്തരപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. കർത്താവേ, അങ്ങനെയുള്ള അനുഭവം ഞങ്ങളുടെ ദേശത്ത് തരണമേ, ഞങ്ങളുടെ ഭാരതത്തിൽ തരണമേ, ഞങ്ങളുടെ കേരളത്തിൽ തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.